നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം ജയിൽ മോചിതനായിരിക്കുകയാണ്. എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സുനിക്ക് വലിയ സ്വീകരണം നൽകാൻ മെൻസ് അസോസിയേഷൻ അടക്കം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആർ റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ആർ റോഷിപാൽ, ഈ സംഭവം ഉണ്ടായി 7 വർഷത്തിനിപ്പുറം 7.5 വർഷം കഴിഞ്ഞു. അന്ന് പിടിയിലായ പൾസർ സുനി ഒന്നാം പ്രതി ഇപ്പോൾ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തേക്കിറങ്ങുന്നത് കേസിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. വിധി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എന്ന് കൃത്യമായി പറയാം. ഇക്കാര്യത്തിൽ നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ 2021 ഡിസംബർ 25-നാണ് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള 8ാം പ്രതി ദിലീപും 1ാം പ്രതി പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം സംവിധായകൻ ബാലചന്ദ്രകുമാർ റോഷിപാലിനോട് റിപ്പോർട്ടറിലൂടെ വെളിപ്പെടുത്തുന്നത്. ഈ വെളിപ്പെടുത്തലിന്മേലുള്ള തുടരന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള തുടരന്വേഷണത്തിലേക്ക് വരുന്നതോടെയാണ് കൂടുതൽ കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇതെല്ലാം ചേർത്തുള്ള ഒരു അന്വേഷണമാണ് പൂർത്തിയാകാൻ നിൽക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ അത് പൂർത്തിയാകുന്ന ഒരു വേളയിൽ സാക്ഷി വിസ്താരമടക്കം പൂർത്തിയാകാനുണ്ട്. പ്രോസിക്യൂഷന്റെ സാക്ഷികൾ പൂർത്തിയാകുന്നു. ഇനിയിപ്പോൾ പ്രതിഭാഗം ഹാജരാക്കുന്ന സാക്ഷികൾ അവസാന നിമിഷം ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതുന്നവർ പോലുമുണ്ട്. റോഷിപാലിന്റെ ഒരു നിഗമനത്തിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെ പ്രതീക്ഷിക്കാം? സുജയ, ഇതിൽ 2021 ഡിസംബർ 25-ന് റിപ്പോർട്ടറിലൂടെ സംവിധായകൻ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ, അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിൽ തുടരന്വേഷണം. അത് ജനുവരിയിൽ ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിൽ തുടരന്വേഷണം നടന്നു. ഏതാണ്ട് ദീർഘകാലം നടന്ന അന്വേഷണം, അതിന് സമാന്തരമായി തന്നെ റിപ്പോർട്ടർ നടത്തിയ അന്വേഷണവും ആ അന്വേഷണത്തിലും പല തെളിവുകൾ ലഭിച്ചു. ആ തെളിവുകളും നമ്മൾ ഒന്നൊന്നായി റിപ്പോർട്ടറിലൂടെ പുറത്തുവിട്ടു. ഈ തെളിവുകളും അന്വേഷണത്തിന് ഏറെ സഹായകരമായിരുന്നു. കാരണം ആ തെളിവുകൾക്ക് പിന്നാലെ പോലീസ് സംഘം പോയപ്പോൾ, ക്രൈംബ്രാഞ്ച് സംഘം പോയപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വെളിപ്പെട്ടിരുന്നു എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം. ഒന്ന്, ദിലീപും ഈ കൃത്യം നിർവഹിച്ച പൾസർ സുനിയുമായുള്ള ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം കൃത്യമായി തെളിയിക്കുന്ന മൊഴിയായിരുന്നു സംവിധായകൻ ഈ കേസിലെ പ്രധാന സാക്ഷിയെ ബാലേന്ദ്രകുമാർ പോലീസിനും പിന്നീട് കോടതിയിലും നൽകിയത്. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ സംഘം, അന്വേഷണ സംഘ തലവൻ ഡിവൈഎസ്പി ബൈജു പൗലോസിനെ ഉൾപ്പെടെ വധിക്കാൻ, അപായപ്പെടുത്താൻ നടത്തിയ ശ്രമം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ശബ്ദ സംഭാഷണം ഉൾപ്പെടെ റിപ്പോർട്ടർ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു. കൃത്യമായി ഒരു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘത്തിന് ബൈജു പൗലോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ. ഇങ്ങനെ ഓരോ തെളിവുകൾ വന്നത് 21 സാക്ഷികളെ മൊഴിമാറ്റിയതിൽ ദിലീപും സംഘവും വഹിച്ച പങ്ക്, അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ, ഇങ്ങനെ പല തെളിവുകളും പുറത്തു വന്ന, ഒരുപക്ഷെ ഇത്രയും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, രാജ്യത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട കേസിൽ കൃത്യം നിർവഹിച്ച ആ പൾസർ സുനി പുറത്തേക്കിറങ്ങുമ്പോൾ സ്വാഭാവികമാണ് പൾസർ സുനി സ്വാധീനിക്കപ്പെട്ടേക്കാനുള്ള സാധ്യത, അത് ആശങ്കയുണ്ട്. അതിനൊപ്പം തന്നെ പൾസർ സുനിക്ക് അപായപ്പെടുത്താനുള്ള ഒരു സാധ്യത അങ്ങനെയും ആശങ്കയുണ്ട്. കാരണം ഈ അന്വേഷണ സംഘ തലവനെ ഉൾപ്പെടെ അപായപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളും പ്രതികളെ അനുകൂലിക്കുന്നവരും ഉള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയും ഒരു നീക്കം നടന്നേക്കാമെന്ന ആശങ്ക ഇപ്പോഴും പ്രോസിക്യൂഷനുണ്ട്. ആ ആശങ്ക ഉൾപ്പെടെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചതും. പക്ഷേ ഒടുവിൽ ഈ വിസ്താരം അല്ലെങ്കിൽ വിചാരണ നടപടികൾ അനന്തമായി നീളുന്നത് ചൂണ്ടിക്കാട്ടി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഈ സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും ഇനി പൾസർ സുനിയുടെ നീക്കം എന്താണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഏത് തരത്തിലാണ് പൾസർ സുനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, ഏതെങ്കിലും തരത്തിൽ നേരത്തെ 2 കത്തുകൾ പൾസർ സുനിയുടേതായി പുറത്തു വന്നതാണ്. അതിൽ ഒന്ന് അമ്മയ്ക്ക് കൈമാറിയ കത്താണ്. അത് അമ്മ കോടതിയിലെത്തിയപ്പോൾ അവിടെ എത്തുന്ന പൾസർ സുനി പുസ്തകത്തിനിടയിൽ വെച്ചാണ് ആ കത്ത് കൈമാറിയത്. ആദ്യത്തെ കത്ത് പുറത്തു വന്നത് നമുക്കറിയാം. 2ാമത്തെ കത്ത് റിപ്പോർട്ടറാണ് പുറത്തേക്ക് വിട്ടത്. ആ കത്തിലടക്കമുള്ള ഒട്ടേറെ പരാമർശങ്ങളുണ്ട്. ഇതിലൊക്കെ ഉറച്ചു നിൽക്കുമോ പൾസർ സുനി, അല്ലെങ്കിൽ കോടതിയിൽ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ, എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നടക്കമുള്ള ആശങ്കയുണ്ട്. ഏതായാലും ഇതിൽ എല്ലാവരും ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തോടെയാണ് ഇതിൽ പോരാട്ടത്തിന് ഒപ്പം ചേരുന്നത്. തീർച്ചയായും റോഷിപാലാണ് ഈ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. റോഷിപാൽ, ഇതിന്റെ തുടർ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. അലമീനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ഞാൻ. അലമീൻ, കർശന ജാമ്യ ഉപാധികളാണ് എറണാകുളം ജില്ല, അതായത് ഈ കോടതിയുടെ പരിധി വിട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പൾസർ സുനി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇടപെടുക, അതേക്കുറിച്ചാണ് ഇപ്പോൾ റോഷിപാൽ പറഞ്ഞു വെച്ചത്. പൾസർ സുനിയുടെ അമ്മയടക്കം വീട്ടിൽ കാത്തിരിപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സാക്ഷികളെ സ്വാധീനിക്കരുത്, സാക്ഷികളോട് സംസാരിക്കരുത് എന്നൊക്കെയുള്ള ഉപാധി അമ്മയ്ക്ക് ബാധകമല്ല എന്നല്ലേ കോടതി പറഞ്ഞത്?
സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നൊരു ഉപാധി വെക്കണം, വ്യവസ്ഥ വെക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ കോടതി അത്തരമൊരു ചോദ്യമാണ് സുജയ മറുത്തു ചോദിച്ചത്. അതായത് പൾസർ സുനിയുടെ അമ്മയും ഒരു സാക്ഷിയാണല്ലോ, അപ്പോൾ അമ്മയെപ്പോലും കാണാൻ പാടില്ല എന്നാണോ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത്? സാധാരണ വ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് കർശനമായ ഉപാധികൾ മുന്നോട്ട് വെക്കണമെന്ന് പറയുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശം പ്രോസിക്യൂഷന് മുന്നോട്ട് വെക്കാനുണ്ടോ എന്നൊരു ചോദ്യം കൂടി കോടതി ഈ വാദങ്ങൾ നടന്ന സമയത്ത് ചോദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അമ്മയെ കാണുന്നതിനൊരു തടസ്സമുണ്ടാകില്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ ഏതെങ്കിലും തരത്തിൽ പൾസർ സുനി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കോടതിയുടെ ശ്രദ്ധയിലെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സംരക്ഷണ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന തരത്തിൽ പൾസർ സുനിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പോലീസിന്റെ നിരീക്ഷണം സദാസമയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഒരു നിഴൽ പോലെ പോലീസ് സംഘം പൾസർ സുനിയെ പിന്തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്ന് മാത്രമല്ല, പ്രൊബേഷൻ ഓഫീസർ 10 ദിവസം കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴോ അക്കാര്യത്തിൽ നമ്മുടെ ഉത്തരവ് കിട്ടുമ്പോൾ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഏതായാലും നിശ്ചിത ദിവസങ്ങളുടെ ഒരു ഇടവേളകളിൽ പൾസർ സുനിയെക്കുറിച്ച് പ്രതിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് റൂറൽ എസ് പിക്കും SP അത് കോടതിക്കും സമർപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അങ്ങനെ സാക്ഷികളെ ഉൾപ്പെടെ കാണുകയോ അത് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയാൽ പോലും അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. സ്വാഭാവികമായും അത് പ്രോസിക്യൂഷന് ആയുധമാക്കാനാകും, അത് വാദിഭാഗത്തിന് ആയുധമാക്കാനാകും. സ്വാഭാവികമായും അത് പൾസർ സുനിക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. അതുകൊണ്ട് കരുതലോടെയുള്ള നീക്കമായിരിക്കും. ഓരോ നീക്കവും പൾസർ സുനി നടത്തുക എന്നത് ഉറപ്പാണ്. 7.5 കൊല്ലത്തിന് ശേഷമാണ് പുറത്തിറങ്ങാൻ കഴിയുന്നത്. ഹൈക്കോടതിയിൽ 10 തവണയാണ് ജാമ്യത്തിനായി പൾസർ സുനി ശ്രമിച്ചത്. ഒടുവിൽ സുപ്രീം കോടതി ഉപാധികളോടെയുള്ള ജാമ്യത്തിന് വഴിയൊരുക്കുന്നു. ഇന്നിപ്പോൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നു. കേസ് അവസാനിക്കാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ജാമ്യം എന്നതും ശ്രദ്ധേയം.